Hi friends, ഇന്ന് നമ്മൾ സൂപ്പ് റെസിപ്പീസിൽ രണ്ടാമത്തെ റെസിപ്പിയായ വെജിറ്റബിൾ ക്ലിയർ സൂപ്പാണ് തയ്യാറാക്കുന്നത്. ഈ സൂപ്പ് നല്ല ഹെൽത്തിയാണ്, അതുപോലെ വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഡിന്നർ മീലുമാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ഒരു പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ സവോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. സവോളയുടെ കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മഷ്റൂം ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാബേജ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഇതുപോലെ അടർത്തിയെടുത്ത 5-6 ബ്രോക്കോളി കഷ്ണങ്ങൾ. ഇത്രയും ചേർത്ത് നന്നായി 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 3 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് പാത്രം അടച്ചു വെച്ച് വെജിറ്റബിൾസ് എല്ലാം വെന്തു വരുന്നതുവരെ കുക്ക് ചെയ്യാം. ഇപ്പം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടി ചേർത്തിളക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും 1 നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ക്ലിയർ സൂപ്പ് റെഡിയായി. ഇനി ഒരു സൂപ്പ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് നൂഡിൽസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇങ്ങനെ നൂഡിൽസ് കൂടി ചേർത്ത് കൊടുത്താൽ കുട്ടികൾക്ക് ഈ സൂപ്പ് കഴിക്കാൻ വളരെ ഇഷ്ടമാവും. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്